Welcome back to Social Science Classroom. We are discussing 5th chapter, The Earth, Myth and Reality. In the last class, we discussed about the latitudes, how to draw latitudes and what is latitudes. Ready? Did you remember that what is latitude? Yes, the horizontal lines on globes are called latitudes. Today, we are going to discuss the next subheading, longitudes. Ready? Longitudes are the vertical lines on globe or map. Okay, let's read. See the line connecting both poles on the globe. These are the longitudes. ഗ്ലോബിലെ രണ്ട് ധ്രുവങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ദിസ് ആർ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ്. എന്താണ് ഇത്? ലാറ്റിറ്റ്യൂഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കർവ്ഡ് ലൈൻസ് ആയിട്ടാണ് ഈ ലൈൻസ് വരുന്നത്. ഓക്കെ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ പിക്ചർ നോക്കുക. ഫിഗർ 5.9 എ 5.9 ബി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നെന്താണ്? ലാറ്റിറ്റ്യൂഡാണ് നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടലി വരച്ചിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ദെൻ വെർട്ടിക്കലി കാണിച്ചിരിക്കുന്നതാണ് എന്താ? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ വരച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒരു പീസ് നമ്മൾ കണ്ടില്ലായിരുന്നു, അത് രണ്ടും കൂടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ് കിട്ടുക. ദെൻ അത് ഗ്ലോബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ഓക്കെ, നോക്കാം. ഡ്രോ എ ലൈൻ കണക്റ്റിംഗ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓൺ ദ സെയിം ബോൾ ഓൺ വിച്ച് ദ ലാറ്റിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ. നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് വരച്ച അതേ ബോളിൽ അതിൻ്റെ നോർത്ത് സൗത്ത് പോളിനെ അല്ലെങ്കിൽ ധ്രുവങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ദ ലൈൻ പാസസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വേറ്റർ. ഈ രേഖകൾ എന്തായിരിക്കും? ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. കട്ട് ദ ബോൾ ഇൻ ടു 2 ഈക്വൽ ഹാവ്സ് ആസ് ഷോൺ. എന്നിട്ട് ആ ബോളിനെ തുല്യ 2 ഭാഗമായിട്ട് ഭാഗമാക്കി കഴിഞ്ഞാൽ, ആസ് ഷോൺ ഇവിടെ കാണിച്ചിട്ടില്ലേ, ഒരു ബോൾ ഇതാ മുറിച്ചിട്ടുള്ള 2 ഭാഗമാക്കിയാൽ ഇതുപോലെ കിട്ടും. Considering the line you have drawn as 0 degree, mark the angular distance towards the left and right using the protractor. 0 degree എടുത്തിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0യിൽ നിന്ന് 90, അതുപോലെ 90യിൽ നിന്ന് വീണ്ടും 180. അപ്പോൾ 180 + 180 360. 360 ആണ് എന്ത്? ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത്. ജോയിൻ ഈച്ച് ആംഗുലർ ഡിസ്റ്റൻസ് ടു ദ പോൾ ബൈ സ്റ്റിക്കിംഗ് ഡോട്ട്സ് ഓൺ ദ ബോൾ. എങ്ങനെയാണ്? പ്രൊട്രാക്ടർ വെച്ചിട്ട് 15 ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്യുക. 15 അല്ലെങ്കിൽ 1 ഡിഗ്രി എങ്ങനെ വേണമെങ്കിലും വെച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഡോട്ടുകൾ അത് തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഞ്ചിറ്റ്യൂഡ്സ് കിട്ടും. അത് ഒരു ഹാഫ് ബോളിലാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ഹാഫ് ബോളിലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടെ കണക്ട് ചെയ്ത് രണ്ടും കൂടെ യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തത്തിലെ ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ ഷേപ്പും അളവൊക്കെ കിട്ടും. Now lines can drawn instead of dot. Then dot മാറ്റിയിട്ട് അവിടെ ലൈൻ ആക്കുക. ആഫ്റ്റർ റിപ്പീറ്റിംഗ് ദ സെയിം പ്രൊസീജിയർ ഓവർ ദ അതർ ഹാഫ്. അതേ രീതിയിൽ തന്നെ അതിൻ്റെ ബോളിൻ്റെ അടുത്ത പകുതിയിലും ചെയ്യുക. റീജോയിൻ ദ 2 ഹാവ്സ്. ആ 2 പകുതിയും കൂട്ടി യോജിപ്പിക്കുക. യു വിൽ ഗെറ്റ് എ സ്പെയർ വിത്ത് കർവ്ഡ് ലൈൻസ് കണക്റ്റിംഗ് ബോത്ത് പോൾസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗോളം കിട്ടും. എങ്ങനെയുള്ളതാണ്? 2 പോളുകളെയും കണക്ട് ചെയ്യുന്ന ലൈൻസ് കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗോളം നമുക്ക് കിട്ടും. യു വിൽ ഗെറ്റ് എ സ്പെയർ വിത്ത് കർവ്ഡ് ലൈൻസ് കണക്റ്റിംഗ് പോൾസ്. ദിസ് ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇങ്ങനെ നോർത്ത് സൗത്ത് പോൾ കണക്ട് ചെയ്യുന്ന
ലൈൻസിനെയാണ്, രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാനക രേഖാംശം എന്ന് പറയും, സ്റ്റാൻഡേർഡ് മെറിഡിയൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വരച്ച് അതേപോലെ തന്നെ നമ്മളൊരു ബോൾ എടുക്കാം. ആ ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്റർ മുറിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് കൃത്യമായ കോണളവിൽ നമ്മൾ എന്ത് ചെയ്യുക? പോയിൻ്റുകൾ മാർക്ക് ചെയ്യുക. ദെൻ ആ പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് എന്താക്കുക? ലൈൻ വരയ്ക്കുക. ദെൻ ആ ലൈൻ, അങ്ങനെയുള്ള ലൈനുകൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹാഫ് ബോളിൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ്സ് കിട്ടും. ദെൻ അതേ പ്രകാരം തന്നെ നമ്മൾ അടുത്ത ഹാഫ് ബോളിലും ചെയ്യാം. ദെൻ 2 പകുതിയും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ടൊരു ബോളായിട്ട് കിട്ടും. അതിനകത്ത് എന്തുണ്ടാകും? നോർത്ത് സൗത്ത് പോളുകളെ കണക്ട് ചെയ്യുന്ന രേഖകൾ നമുക്ക് കാണാൻ പറ്റും. ഏതുപോലെ? ഇതുപോലെ നമുക്ക് നോർത്ത് സൗത്ത് പോൾ കണക്ട് ചെയ്യുന്ന രേഖകൾ കാണാൻ പറ്റും. ലാറ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്, അതാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലാറ്റിറ്റ്യൂഡ്സ്, അതാണ് വെർട്ടിക്കൽ ലൈൻസ്. അത് രണ്ടും നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലർ ഡിസ്റ്റൻസസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ അല്ലെങ്കിൽ മാനക രേഖാംശത്തിൻ്റെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തേക്ക് കൃത്യമായ കോണളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അത് ഇമാജിനറി ലൈൻസാണ്. എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്? സ്റ്റാൻഡേർഡ് മെറിഡിയനിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ് എന്ത്? നമുക്ക് എവിടെ മാത്രമേ അത് വരയ്ക്കാൻ കഴിയുള്ളൂ? ഗ്ലോബിൽ മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ഭൂമിയിൽ നമുക്കത് വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഭൂമിയിൽ അത് എന്താണ്? നമ്മൾ ഇമാജിനറി ലൈൻസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ 5.10. ഇതാണ് 5.10. ഓക്കെ, എന്താ പറഞ്ഞത്? ഓൾ ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് കൺവേർജ് അറ്റ് ദ ബോത്ത് പോൾസ്. എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും എല്ലാ രേഖാംശ രേഖകളും എവിടെയാണ് ചെന്ന് ചേരുന്നത്? ബോത്ത് പോൾസ്. ഒന്നുകിൽ നോർത്ത് പോൾ അല്ലെങ്കിൽ താഴെ സൗത്ത് പോൾ. 2 പോളിലാണത് എല്ലാം കൂടെ ചെന്ന് ജോയിൻ്റ് ആകുന്നത്. There are 180 degree of longitudes on either side of standard meridian. 0 ഡിഗ്രി ആണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 180 ഡിഗ്രി, അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 180 ഡിഗ്രി. 180 കൂടുമ്പോഴാണ് 360 ഡിഗ്രി ആകുന്നത്. 360 ഡിഗ്രിയാണ് ആകെ കോണളവ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലേക്കും എന്തുണ്ട്? 180 ഡിഗ്രി ഉണ്ട് എന്നർത്ഥം. ഐഡൻറ്റിഫൈ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇൻ ദ ഫിഗർ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കണ്ടെത്താനാണ്. ഇവിടെ കണ്ടില്ലേ 0 ഡിഗ്രി. അവിടുന്ന് പിന്നെ അങ്ങനെ 30 ഡിഗ്രി 60 ഡിഗ്രി 2 ഭാഗത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് 180 ഡിഗ്രിയിലേക്ക് അതെത്തും. ആ 0 ഡിഗ്രി കാണിച്ചിരിക്കുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഗ്രീനിച്ച് രേഖ എന്നൊക്കെ പറയും. അതിനെയാണ് എന്ത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ തന്നെയാണ് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. Then, what is the angular distance between standard meridian and the line of longitude opposite to it? സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ളത് എന്താണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസ് എത്രയുണ്ട്? 180 ഡിഗ്രിയാണ് അത് തമ്മിലുള്ള ആംഗുലർ ഡിസ്റ്റൻസ്. റെഡി? എന്ന് നോക്കുക. ഐഡൻറ്റിഫൈ ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് വിച്ച് ഡിവൈഡ് ദ എർത്ത് ഇൻ ടു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഗ്ലോബിനെ അല്ലെങ്കിൽ ഭൂമിയെ ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ തരംതിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? അത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ആണ്
0 ഡിഗ്രി സ്റ്റാൻഡേർഡ് മെറിഡിയൻ, അതുപോലെ തന്നെ 180 ഡിഗ്രി. ഇതാണ് കിഴക്ക് പടിഞ്ഞാറായിട്ട് വേർതിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ ഇടത് ഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ പടിഞ്ഞാറ്, വലത് ഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ കിഴക്ക്. അങ്ങനെയാണ് നമ്മളതിനെ കണക്കാക്കുക. അഥവാ ഏഷ്യയൊക്കെ ഏത് ഭാഗത്താണ് വരുന്നത്? കിഴക്കിലേക്കാണ് വരുന്നത്. ദെൻ അമേരിക്കയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. The longitudes along the eastern hemisphere are called east longitudes, and thus are along the western hemisphere are called west longitudes. ഈസ്റ്റ് ഭാഗത്തുള്ള അഥവാ 0 ഡിഗ്രി സ്റ്റാൻഡേർഡ് മെറിഡിയൻ്റെ വലതുഭാഗത്തുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് അറിയപ്പെടുന്നത് എന്താണ്? ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ്. അതിൻ്റെ ഇടത് ഭാഗത്തുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് അറിയപ്പെടുന്നത് വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ്. അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കുക. ട്രൈ അഗൈൻ. In the earlier part of the unit, you were asked to state the location of a picture on the ball. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു വാനിൻ്റെ ചിത്രം കൊടുത്തിട്ട്, ഒരു ബോളിൻ്റെ മുകളിൽ ഒരു വാനിൻ്റെ ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? ഫസ്റ്റിൽ ഒരു ബോളിൻ്റെ മുകളിലൊരു വാൻ കൊടുത്തിട്ട് അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സെൻറ്ററിലൊന്നും പറയാൻ കഴിയില്ല, ടോപ്പിലൊന്നും പറയാൻ കഴിയില്ല, എഡ്ജിലൊന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയാത്ത ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ എങ്ങനെ ഒരു ബോളിൻ്റെ മുകളിൽ ലാറ്റിറ്റ്യൂഡ്സും അതുപോലെ ലോഞ്ചിറ്റ്യൂഡ്സും വരക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അത് അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാനം നിർണ്ണയിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും നോക്കാം. The exact location of a place on earth is determined based on the latitudes and longitudes. ഭൂമിയിൽ ഏതൊരു രാജ്യത്തിൻ്റെ ആവട്ടെ, ഏതൊരു പർവ്വതത്തിൻ്റെ ആവട്ടെ, നദിയാവട്ടെ, ഏതൊരു വസ്തുവിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഫ്രം ഗിവൺ മാപ്പ് ഇൻ ടേംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഇവിടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് എങ്ങനെ പറയാം? ഇന്ത്യയുടെ സ്ഥാനം 8 ഡിഗ്രി, ലാറ്റിറ്റ്യൂഡ്സ് 8 ഡിഗ്രി നോർത്ത് മുതൽ 38 ഡിഗ്രി നോർത്ത് വരെയും, ഇന്ത്യയുടെ സ്ഥാനം 8 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 38 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെയും. ദെൻ ലോഞ്ചിറ്റ്യൂഡ്സ് ഏതാണ്? 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് മുതൽ 98 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം. അഥവാ ഇന്ത്യ പൂർണ്ണമായും നോർത്തിലുള്ള രാജ്യമാണ്, പൂർണ്ണമായും ഈസ്റ്റിലുള്ള രാജ്യമാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ സ്ഥാനം പറയാം. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം വടക്ക് 8 ഡിഗ്രി മുതൽ 38 ഡിഗ്രി വരെയും, രേഖാംശം കിഴക്ക് 68 ഡിഗ്രി മുതൽ 98 ഡിഗ്രി വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം. അതാണ് ഇതിൽ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലോബ് ആൻഡ് ദ വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പോ അല്ലെങ്കിൽ ഗ്ലോബോ ഒക്കെ ഉപയോഗിച്ചിട്ട് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് 8 ഡിഗ്രി നോർത്ത് മുതൽ 38 ഡിഗ്രി നോർത്ത് വരെ. ലോഞ്ചിറ്റ്യൂഡ്സോ 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 98 ഡിഗ്രി ഈസ്റ്റ് വരെ അല്ലേ? ഇതുപോലെ നിങ്ങളൊരു ഭൂപടം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലോബ് എടുക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ ലാറ്റിറ്റ്യൂഡ്സും കാണിച്ചിട്ടുണ്ടാകും, ലോഞ്ചിറ്റ്യൂഡ്സും കാണിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് നേപ്പാളിൻ്റെ സ്ഥാനം കാണണം, USA സ്ഥാനം കാണണം, ചൈനയുടെ സ്ഥാനം കാണണം. ആ 3 രാജ്യങ്ങളുടെയും സ്ഥാനം നിങ്ങൾ ഭൂപടം വെച്ച് കണ്ടിട്ട് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിട്ടു തരണം. ഇന്നത്തെ നിങ്ങളുടെ വർക്ക് ഇതാണ്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് വിട്ടു തരാനുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്ലോബ് എടുക്കാം, അല്ലെങ്കിൽ മാപ്പ് എടുക്കാം. രണ്ടിലും ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും കാണിച്ചിട്ടുണ്ടാകും. അതിൻ്റെ സൈഡിൽ എത്ര ഡിഗ്രി ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാകും. 0 ഡിഗ്രി ഇക്വേറ്റർ, അത് 0 ഡിഗ്രി കാണിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ 0 ഡിഗ്രി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഗ്രീനിച്ച് കാണിച്ചിട്ടുണ്ടാകും. അവിടുന്ന് ഇങ്ങനെ ഓരോ ഡിഗ്രിയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവിൽ കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രാജ്യങ്ങളുടെ നേപ്പാളിൻ്റെ സ്ഥാനം പറയണം, അതുപോലെ USA സ്ഥാനം പറയണം, ചൈനയുടെ സ്ഥാനം പറയണം. ഏതുപോലെ ഇവിടെ ഇന്ത്യയുടേത് പറഞ്ഞില്ലേ, അതേപോലെ അതിൻ്റെ സ്ഥാനം പറയണം. ഓക്കെ, ഇനി ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം അല്ലേ? നമുക്ക് ഓരോ ദിവസവും രാത്രിയും പകലൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ? രാത്രി നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്,
അല്ലേ? രാവിലെ നമ്മൾ എണീറ്റ് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് മാറുന്നുണ്ട്, വൈകുന്നേരം ആവുന്നുണ്ട്, വീണ്ടും നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയും പകലൊക്കെ ഇങ്ങനെ മാറി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ ഫിഗർ 5.12. ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ കാണിച്ചിരിക്കുന്ന ചിത്രം. അലീന ആൻഡ് അമ്മു ആർ ടു ചിൽഡ്രൻ ലിവിങ് അറ്റ് എ പ്ലേസസ് ലൊക്കേറ്റഡ് ഓൺ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എർത്ത്. രണ്ടാളും ഭൂമിയുടെ രണ്ട് ഭാഗത്താണ്. സെൻട്രൽ ഭൂമിയാണ്. ഭൂമിയുടെ ഒരു ഭാഗത്താണ് ആരുള്ളത്? ഒരു ഭാഗത്താണ് അലീനയുള്ളത്, ഒരു ഭാഗത്താണ് അമ്മുള്ളത്. നോക്കുക, അലീന ലിവ്സ് ഇൻ കാലിഫോർണിയ ഇൻ USA. അലീന എവിടെയാണ്? അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് അലീന ഉള്ളത്. ദെൻ അമ്മു ലിവ്സ് ഇൻ കേരള. അമ്മു എവിടെയാണ്? അമ്മു കേരളത്തിലാണ്, ഇന്ത്യയിലെ കേരളത്തിലാണ് അമ്മുള്ളത്. ഫ്രം ദ ഗ്ലോബ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എർത്ത്. നിങ്ങൾ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുള്ളത്? അമേരിക്കയുള്ളത്. അപ്പോൾ അമ്മു എവിടെയാണോ ഭൂമിയിലുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആരുള്ളത്? അലീന ഉള്ളത്. While Ammu goes to school in the morning, Alina is sleeping at night. അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലീന എന്താണ്? രാത്രി കിടന്നുറങ്ങാണ്. അഥവാ നമ്മുടെ ഇവിടെ കേരളത്തിൽ പകലാകുന്ന സമയത്ത് അമേരിക്കയിൽ എന്താണ്? രാത്രിയാണ് ഉണ്ടാകുന്നത്. While Alina goes to school in the morning, it will be night at Ammu's place. അമേരിക്കയിൽ രാത്രി ആകുമ്പോൾ ഇവിടെ എന്താണ്? അമേരിക്കയിൽ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്, ഇവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ പകൽ. അങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് അത് വരുന്നത്. വെൻ ഇറ്റ് ഈസ് ഡേ ഓൺ വൺ ഫേസ് ഓഫ് എർത്ത്, ദ ഓപ്പോസിറ്റ് ഫേസ് എക്സ്പീരിയൻസ് നൈറ്റ്. അഥവാ ഭൂമിയുടെ ഒരു ഭാഗത്ത് പകലാകുമ്പോൾ മറുഭാഗത്ത് എന്താണ്? രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത സമയം എന്താണ്? രാത്രിയാണ്. ഇരുട്ടുള്ള സമയം രാത്രിയാണ്, വെളിച്ചമുള്ള സമയം പകലാണ്. നമുക്ക് എവിടെ നിന്ന് വെളിച്ചം കിട്ടുന്നത് ഭൂമിയിലേക്ക്? സൂര്യനിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂര്യൻ്റെ ഫേസായിട്ട് വരുന്ന ഭാഗം ഏതാണോ അവിടെ പകലായിരിക്കും, ഓപ്പോസിറ്റിൽ വരുന്ന ഭാഗം രാത്രിയായിരിക്കും. ദസ് ഡേ ആൻഡ് നൈറ്റ് ആർ എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ. ഓരോ ദിവസം ഇതിങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നുണ്ട്. ലെറ്റ് us see how this happened through a simple experiment. ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം. As shown in the picture 5.13, അല്ലേ? ഇത് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 5.13. Place a globe against any source of light. ഒരു ഗ്ലോബ് ഒരു ലൈറ്റ് സ്രോതസ്സിൻ്റെ നേർക്ക് വെച്ച്. Now one's face will be illuminated and the other will be in the dark. ശരിയല്ലേ? അവരെ ടോർച്ച് അടിക്കുന്നുണ്ട്. ആ ടോർച്ചിൻ്റെ സ്ഥാനത്ത് സൂര്യനാണെന്ന് വിചാരിക്കുക. ആ ഭൂമിയുടെ ഒരു ഭാഗത്ത് വെളിച്ചം തട്ടുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? ഇരുട്ടാണ്, ഡാർക്കാണ്. ആ വെളിച്ചം തട്ടുന്ന ഭാഗം എന്താണ്? പകലാണ്. വെളിച്ചം തട്ടാത്ത ഭാഗം അവിടെ രാത്രിയാണ്. അപ്പം ഇനി ഭൂമി നോക്ക് നിങ്ങൾ. ഭൂമിയിലൊരു ഭാഗം സൺലൈറ്റ്, സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് എന്തായിരിക്കും? പകലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? രാത്രിയുമാണ് വരുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറി മാറി വരുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താ നമ്മൾ പറയാം? റൊട്ടേഷൻ എന്നാണ് ഭൂമി സ്വയം കറങ്ങുന്നതിന് നമ്മൾ പറയാം. അപ്പോൾ റൊട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമി കറങ്ങുന്നില്ല, ഭൂമി നിൽക്കുന്നിടത്ത് തന്നെ അതേപോലെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എവിടെയാണോ രാത്രി ഉള്ളത് അവിടെ കലാകാലം എന്തായിരിക്കും? രാത്രിയായിരിക്കും. എവിടെയാണോ പകലുള്ളത് അവിടെ കലാകാലം എന്തായിരിക്കും? പകലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഭൂമിക്കൊരു റൗണ്ട് കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ വേണം. അപ്പോൾ 24 മണിക്കൂറിൽ നമുക്ക് രാത്രിയും കിട്ടും പകലും കിട്ടും. ഓക്കെ, then you can see that the illuminated face turns dark and the dark face turns illuminated. അല്ലേ? ഇപ്പോൾ എവിടെയാണോ വെളിച്ചമുള്ളത് അത് പിന്നീട് ഇരുട്ടാകും. ഇപ്പോൾ എവിടെയാണോ ഇരുട്ടുള്ളത് അത് പിന്നീട് എന്താകും? വെളിച്ചമുള്ള സ്ഥലമായിട്ട് മാറും. ഇറ്റ് ഈസ് ദ സെയിം മാനർ ദാറ്റ് ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ് ഓൺ ദ എർത്ത്. ഇതേ രീതിയിലാണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്.
ഡോണ്ട് യു നോ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഫോർ എർത്ത് ഇസ് ദ സൺ? ഭൂമിയിലെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ സ്രോതസ് സൂര്യനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് നേരത്തെ അറിയുന്നല്ലേ? അതുകൊണ്ടല്ലേ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താകുന്നത്? രാത്രിയാകുന്നത്. അപ്പോൾ ഭൂമിയിലെ പ്രകാശത്തിൻ്റെ സ്രോതസ് എന്താണ്? സൂര്യനാണ്. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഈസ് സ്പെറിക്കൽ. ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇറ്റ് ഇസ് സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ആക്സസ്. അത് അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ സ്പിന്നിങ് ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സസ് ഇസ് കോൾഡ് റൊട്ടേഷൻ. ഇങ്ങനെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ അതിൻ്റെ ആക്സസിൽ കടന്ന് കറങ്ങുന്നതിന് പറയുന്നതാണ് റൊട്ടേഷൻ, ഭ്രമണം എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് എർത്ത് ഫേസിങ് ദ സൺ ഡ്യൂ ടു റൊട്ടേഷൻ ഗെറ്റ് ഇല്ലുമിനേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ് ഡേ. ദ പാർട്ട് ഓഫ് എർത്ത് ഫേസിങ് ദ സൺ, സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗം, ഡ്യൂ ടു ദ റൊട്ടേഷൻ, ഭ്രമണത്തിൻ്റെ ഫലമായി സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗം ഗെറ്റ് ഇലിമിനേറ്റഡ്, അവിടെ പ്രകാശമുണ്ടാകും. ആൻഡ് എക്സ്പീരിയൻസ് ഡേ, അവിടെ എന്താണ്? പകലായിരിക്കും. ആസ് ദ ഓപ്പോസിറ്റ് ഫേസ് ഡസൻറ്റ് ഗെറ്റ് സൺലൈറ്റ്, അതിൻ്റെ എതിർഭാഗത്തേക്ക് സൂര്യപ്രകാശം കിട്ടൂല. അതുകൊണ്ട് എന്താണ്? നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ദർ, അവിടെ എന്തായിരിക്കും? രാത്രിയാണ് ഉണ്ടാവുക. ഡേ ആൻഡ് നൈറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദ അതർ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദ എർത്ത് ടേക്ക് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഭൂമിക്ക് ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം വേണം? 24 hours, 24 മണിക്കൂറാണ് വേണ്ടത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡേ. ഇതാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു ദിവസം എന്താണ്? 24 മണിക്കൂറാണ്.